മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ 55-ാം ഭാഗമാണ് നമ്മളിന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 54-ാം ഭാഗത്തിൽ നമ്മൾ ഒരു നക്ഷത്ര ഗണത്തെപ്പറ്റിയായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത്. 19ാമത്തെ നക്ഷത്രഗണം. ഇന്ന് നമ്മൾ സാധാരണ പോലെ വീണ്ടും പൗരാണിക ജ്യോതിശാസ്ത്രത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം നാടൊട്ടുക്കും അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയാണ്. അതായത് ജ്യോതിശാസ്ത്രം തുടങ്ങിയ കാലം മുതലുള്ള ഒരു വിഷയം, അതാണ് ജ്യോതിഷം. നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ചർച്ചകളും കേട്ടിട്ടുണ്ടാകാം. ജ്യോതിഷം എന്നാൽ ശാസ്ത്രമാണോ, അതല്ല അതൊരു കപടശാസ്ത്രമാണോ, ഇങ്ങനെ നിരവധി വാദകോലാഹലങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാം. ഇന്നിവിടെ അതിൻ്റെ യഥാർത്ഥ ചിത്രം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടതിനെ കപടശാസ്ത്രം എന്ന് വിളിക്കുന്നു? അതിന് ഇന്നത്തെ അവസ്ഥയിൽ മനുഷ്യ സമൂഹം ഇത്രയേറെ പുരോഗമിച്ച് ഒരു പരിഷ്കൃത സമൂഹമായി തീർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തികച്ചും ശാസ്ത്രവുമായിട്ട് ബന്ധമില്ലാത്ത ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് വീണ്ടും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി പടരുന്നത് എന്ന കാര്യത്തെ പറ്റി കൂടെയുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഭൂമിയിലെ ഒട്ടുമിക്ക പൗരാണിക ജനപദങ്ങളും ആകാശത്ത് കാണുന്ന ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ദൈവങ്ങളായോ ദൈവിക ശക്തിയുടെ പ്രതീകങ്ങളായോ കരുതിപ്പോന്നു. ഈ അതിമാനുഷ ശക്തികൾ ഉയരങ്ങളിലിരുന്നു കൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ഭാഗധേയങ്ങൾ നിർണയിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടായത്. പണ്ട് മാത്രമല്ല, ഇപ്പോഴും വിശ്വസിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതവും മരണവും ഒക്കെ ദൈവഹിതമോ ദൈവത്തിൻ്റെ ചെയ്തികളുമായോ ബന്ധപ്പെട്ടതാണ്. വരൾച്ച, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അഗ്നിപർവ്വതം, പേമാരി, മഹാരോഗങ്ങൾ, ഗ്രഹണങ്ങൾ, ധൂമകേതുക്കൾ, കൂടാതെ രാജാക്കന്മാരുടെ മരണം, യുദ്ധങ്ങൾ, ഇവയൊക്കെ ദൈവകോപത്തിൻ്റെ ഫലമോ അസന്തുഷ്ടിയുടെ ഫലമോ ആണ് എന്നാണ് അവരുടെ വാദം. അങ്ങനെ കോപതാപഭരിതമായ ദൈവങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒരു ചെറു സൂചന പോലും പ്രാധാന്യമുള്ളതായി തീരുകയാണ്. ആകാശത്ത് കാണപ്പെട്ട സൂര്യനും ചന്ദ്രനും 5 ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ദൈവിക ശക്തിയുടെ മനസ്സ് കാണിച്ചു തരുന്ന ഇടനിലക്കാരായി മാറുകയാണിവിടെ. പുരാതന സംസ്കാരത്തിൻ്റെ ഉടമകളെന്ന് അവകാശപ്പെട്ട ഗ്രീക്ക് ജനത പോലും ഗ്രഹങ്ങളെ അവരുടെ പൗരാണിക ദൈവങ്ങളുടെ പേരിലാണല്ലോ വിളിച്ചിരുന്നത്. ജൂപ്പിറ്ററും സാറ്റേണും അതുപോലെ പ്ലൂട്ടോയും ഒക്കെ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ അവരുടെ പുരാണങ്ങളിലെ സാങ്കല്പിക പേരുകളാണെന്ന് ഓർമ്മിക്കുക.
ഈ ആശയ സംഹിതയുടെ പ്രായോഗിക പദ്ധതിയാണ് പിൽക്കാലത്ത് ജ്യോതിഷത്തിൻ്റെ പ്രവചന ഭാഗമായി ഉണ്ടായത്. ശാസ്ത്രവും അതിൻ്റെ ഉൽപ്പന്നമായ സാങ്കേതിക വിദ്യയും മനുഷ്യരാശിയുടെ ജീവിത സാഹചര്യത്തെ ഇത്രയേറെ മെച്ചപ്പെടുത്തിയിട്ടും അത്യാധുനിക സമൂഹത്തിലും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും അത് ഒരു ജീവിത ഉപാധിയായി കൊണ്ടു നടക്കുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജ്യോതിഷത്തിൻ്റെ ഉത്ഭവം എങ്ങനെയുണ്ടായി നോക്കാം. 4000 വർഷമെങ്കിലുമായി കാണും ജ്യോതിഷം ബാബിലോണിയയിൽ ഉത്ഭവിച്ചിട്ട്. ഇവിടെ കാണാം പഴയകാല ജ്യോതിഷത്തിൻ്റെ ചിട്ടവട്ടങ്ങളാണിത്. രാജാക്കന്മാരുടെയും രാജ്യത്തിൻ്റെയും ഭാഗ്യനിർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്നത് ആകാശത്ത് സഞ്ചരിക്കുന്ന ഏതാനും ഗ്രഹങ്ങളാണെന്ന് ബാബിലോണിയക്കാർ തീരുമാനിച്ചു. ആദ്യത്തെ ജാതകം കാൽഡിയ എന്ന സ്ഥലത്തു നിന്നും കണ്ടെടുത്തത് ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ നമ്മളെക്കാളൊക്കെ, അതായത് ഇന്ത്യക്കാരൊക്കെ എത്രയോ മുമ്പ് തന്നെ ജാതകമെഴുത്തും ഫലപ്രവചനമൊക്കെ നടത്തിയവരാണ് ബാബിലോണിയക്കാർ എന്നർത്ഥം. ബാബിലോണിയക്കാർ ഗ്രഹണങ്ങൾ നേരത്തെ അറിയാനായി സാരോസ് ചക്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഗ്രഹണം എപ്പോൾ നടക്കുമെന്ന് മുൻകൂട്ടി അറിയാനായിരുന്നു അവർ സാരോസ് ചക്രം കണ്ടുപിടിച്ചത്. സാരോസ് ചക്രത്തിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തത്. അതേ സാരോസ് ചക്രത്തെയാണ് പിൽക്കാലത്ത് ഗ്രീക്കിലെ തെയിൽസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ അക്കാലത്ത് നടന്ന ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഗ്രഹണം പ്രവചിക്കുകയുണ്ടായത്. അപ്പോൾ ഗ്രഹണത്തിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതേപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ സൂര്യ ഭഗവാൻ ഇല്ലാതാകും. അത് കണ്ട് ഭയന്നിട്ടാണ് യുദ്ധം വെച്ചത് എന്ന കഥ. അതേപോലെ ഈജിപ്തിലെ പൂജാരി ജ്യോത്സ്യന്മാരാണല്ലോ നൈൽ നദിയിലെ വെള്ളപ്പൊക്കം മുൻകൂട്ടി പ്രവചിച്ചത്. വെള്ളപ്പൊക്കത്തിൻ്റെ കാലം മുൻകൂർ അറിഞ്ഞാൽ കൃഷിക്ക് സഹായകരമാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഈ പ്രവചന സാധ്യതയാണ് മനുഷ്യജീവിതത്തിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാമെന്ന വിശ്വാസം ഉണ്ടായത്. ബാബിലോണിയരുടെ വാനനിരീക്ഷണ ഫലം ഗ്രീക്ക് ജ്യോതിശാസ്ത്രം സ്വീകരിച്ചപ്പോൾ ജ്യോതിഷം ഗ്രീക്കിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും വ്യാപിച്ചു. അലക്സാണ്ടറുടെ വരവോടെ അത് ഇന്ത്യക്കാരും കൈനീട്ടി സ്വീകരിച്ചു. എന്ന് വെച്ചാൽ ഏതാണ്ട് 2,000-3,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ജ്യോതിഷം എത്തുന്നത്. അതായത് അലക്സാണ്ടർ വന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ആക്രമിച്ചത് BC 300-നോടടുത്താണ്. അദ്ദേഹത്തോടെ കടന്നു വരുന്ന റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് ജ്യോതിഷികളാണ് ഇന്ത്യയിലേക്ക് ജ്യോതിഷം കൊണ്ടുവന്നത്, ഫലപ്രവചനത്തിൻ്റെ ഭാഗം. അല്ലാതെ കണ്ട് ഇന്ത്യക്കാരുടെ സനാതന ധർമ്മത്തിൻ്റെ ഭാഗമൊന്നുമല്ല ജ്യോതിഷം എന്നോർക്കണം. അങ്ങനെ ഒരു പ്രചരണം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജനന സമയത്ത് നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നവഗ്രഹങ്ങളല്ല, ആധുനിക കാലത്തെ 8 ഗ്രഹങ്ങളല്ല. അക്കാലത്തെ നവഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ചൊവ്വയും വ്യാഴവും ശനിയും രാഹുവും കേതുവുമാണ് നവഗ്രഹങ്ങൾ. ഇപ്പോൾ ഏത് കുട്ടിയോട് ചോദിച്ചാലും അറിയാം സൂര്യനും ചന്ദ്രനും ഗ്രഹമാണോ എന്നത്. സൂര്യൻ നക്ഷത്രമാണ്, ചന്ദ്രൻ ഒരു ഉപഗ്രഹവുമാണ്. മധ്യാകാശത്ത് ഏതേത് രാശികളിൽ ഈ പറയുന്ന ഗ്രഹങ്ങൾ കാണപ്പെടുന്നുവോ അതനുസരിച്ചായിരിക്കും വ്യക്തിയുടെ ജീവിതവും ഭാഗ്യനിർഭാഗ്യവും എന്ന് ജ്യോതിഷികൾ വിശ്വസിച്ചു. ആ വിശ്വാസം അക്കാലത്തെ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. യുക്തിയില്ലാത്ത ഈ വിശ്വാസമാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞൻ ടോളമിയുടെ കാലത്താണ് ഈ വിശ്വാസത്തിന് വ്യാപകമായ അംഗീകാരം ഗ്രീസിൽ കിട്ടിയത്. അദ്ദേഹം
ജ്യോതിശാസ്ത്രത്തിൽ എന്ന പോലെ ജ്യോതിഷത്തിലും വിദഗ്ധനായിരുന്നു. ജ്യോതിഷ വിശ്വാസികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ടെട്രാബിബ്ലോസ് ടോളമിയുടെ കൃതിയാണ്. നമുക്കിനി എന്താണ് ജാതകം എന്ന് നോക്കാം. ഒരാളുടെ ജനന സമയത്ത് ഗ്രഹങ്ങൾ, നേരത്തെ പറഞ്ഞ ഗ്രഹങ്ങൾ മധ്യ ആകാശത്ത് എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കുന്ന ചാർട്ടാണ് ജാതകം. ഗ്രീക്ക് ഭാഷയിലെ ഹോര, സ്കോപ്പ് എന്നീ രണ്ട് വാക്കുകൾ ചേർത്തുണ്ടാക്കിയതാണ് ഇത്. ഹോര എന്നാൽ സമയമെന്നും സ്കോപ്പ് എന്നാൽ മാർക്കർ എന്നുമാണ് അർത്ഥം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സമയത്തെ, അതായത് ജനന സമയത്തെ അടയാളപ്പെടുത്തുക എന്നേ ജാതകത്തിന് അർത്ഥമുള്ളൂ. നമുക്ക് വലതുവശത്ത് നോക്കിയാൽ പനയോലയിൽ എഴുതിയ ജാതകത്തിൻ്റെ ഒരു പഴയ പതിപ്പ് കാണാം. അക്കാലത്ത് കടലാസിനേക്കാൾ മെച്ചപ്പെട്ടത്, ഏറെക്കാലം നിലനിൽക്കുന്നത് പനയോലയാണെന്ന് മനസ്സിലാക്കിയ അന്നത്തെ ജ്യോത്സ്യന്മാർ പനയോലയിലാണ് ജാതകം എഴുതാറ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ജാതകത്തിന്, നോക്കാം. ആദ്യത്തെ മേൽഭാഗത്തെ ആ പനയോലയിൽ രണ്ട് ചതുരക്കള്ളികൾ കാണാം, ഒന്ന് വലത്തും ഒന്നിടത്തും. ഇന്ത്യയിലാകമാനം ജാതകം കുറിക്കാൻ വൃത്താകാരത്തിൽ കള്ളികൾ ഉണ്ടാക്കുമ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ചതുരത്തിൽ കുറിക്കുന്നത്. ആ ചതുരത്തിൽ കുറിക്കുന്നതിലും 12 കള്ളികളാണ്, വൃത്താകാരത്തിലാണെങ്കിലും 12 കള്ളികളാണ്. അവയിൽ ഉള്ളത് എന്താണെന്ന് നോക്കാം. അവയിൽ ഉള്ളത് ഒന്ന് 12 രാശികളെയും അടയാളപ്പെടുത്തി കാണും. മാത്രമല്ല ആ രാശികളിൽ ഏതേത് രാശികളിൽ ഏതേത് ഗ്രഹങ്ങൾ നിൽക്കുന്നു കുഞ്ഞിൻ്റെ ജനന സമയത്ത് എന്നും അടയാളപ്പെടുത്തി കാണും. ഇതാണ് ജാതകം. ഓലയിൽ പേനയ്ക്ക് പകരം പണ്ട് എഴുത്താണി കൊണ്ട് എഴുതിയതാണ് ജാതകം. ഗ്രഹനില എഴുതിയ ചതുരക്കള്ളികൾ ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ യൂറോപ്പിൽ ജനങ്ങൾ പരക്കെ വിശ്വസിച്ചിരുന്ന ജ്യോതിഷത്തിന് ക്രിസ്തുമതം വിലക്ക് കൽപ്പിച്ചതോടെയാണ് ഈ വിശ്വാസ തകർച്ചയുണ്ടായത്. അതേപോലെ ഇസ്ലാം മത വിശ്വാസികളും ആദ്യമൊക്കെ ജ്യോതിഷത്തിൻ്റെ പ്രവചനത്തിലും മറ്റും വിശ്വസിച്ചിരുന്നു. അവിടെയും മതപരമായ വിലക്ക് വീണതോടെ വിശ്വാസത്തിന് കുറവ് വന്നു. പ്രസിദ്ധ സഞ്ചാരിയും ജ്യോതിശാസ്ത്രജ്ഞനും അറബ് ജ്യോതിശാസ്ത്രജ്ഞനുമായ അൽബറൂണിയെ പോലുള്ളവർ പോലും ആദ്യം ജ്യോതിഷത്തിൻ്റെ പ്രവചന ഫലഭാഗങ്ങൾ വിശ്വസിച്ചിരുന്നു. പിന്നീടാണ് അദ്ദേഹം തന്നെ ഈ വിശ്വാസം വേണ്ടെന്ന് വെക്കുകയുണ്ടായത്. യൂറോപ്പിൽ നോക്കുക, പ്രസിദ്ധ വാനനിരീക്ഷകനായിരുന്ന ടൈക്കോ ബ്രാഹെ, ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ജോഹന്നാസ് കെപ്ലർ, ഇവരൊക്കെ ജ്യോതിഷ വിശ്വാസികളായിരുന്നു. ഗലീലിയോയുടെ ടെലിസ്കോപ്പും പിന്നീട് വന്ന ശാസ്ത്രജ്ഞരും നമ്മുടെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറ്റിമറിച്ചതോടെയാണ് ജ്യോതിഷത്തിന് ശാസ്ത്രം എന്ന സ്ഥാനം നഷ്ടമായതും ജനങ്ങളുടെ ഇടയ്ക്ക് പോലും അതിൻ്റെ സ്ഥാനം നഷ്ടമാകാനും കാരണം. ഇന്ത്യയിൽ സെമിറ്റിക് മതങ്ങളെപ്പോലെ ശ്രേണീബദ്ധമായ ഒരു നിയന്ത്രണ സംവിധാനം ഹിന്ദു ജീവിത സമ്പ്രദായം നയിച്ചിരുന്നവരുടെ ഇടയിൽ ഇല്ലാതിരുന്നു. ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിന് അവരുടെ നിയമം അനുസരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അതിലും ക്രൂരമായ മറ്റൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അതാണ് ചാതുർവർണ്ണ്യ വ്യവസ്ഥ. ശ്രേണീബദ്ധമായ ജാതി വ്യത്യാസം നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടപ്പിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്നാൽ സെമിറ്റിക് മതങ്ങളുടെ നിയമഘടനയേക്കാൾ അത്യന്തം നിർദാക്ഷിണ്യവും ദയാരഹിതവുമായി നിലവിലുണ്ടായിരുന്നു.
ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. ജനന സമയം ഏത് എന്നത് പ്രസവം നടന്ന സമയമാണോ, അതല്ല കുഞ്ഞ് അമ്മയുടെ വയറ്റിലുണ്ടായ സമയമാണോ, അതുമല്ല അണ്ഡവും പുരുഷബീജവും തമ്മിൽ യോജിച്ച സമയമാണോ? ആർക്ക് പറയാൻ കഴിയും ഇത് കൃത്യമായ സമയം? കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർക്ക് പോലും പറയാൻ കഴിയില്ല എന്നതല്ലേ സത്യം? ഇതൊന്നും കൂടാതെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ആകാശസ്ഥാനം എന്ന സങ്കല്പമാണ് മറ്റൊരു പ്രശ്നം. നമ്മുടെ സൗരയൂഥം, അതായത് സൂര്യനും ഭൂമിയും അടക്കമുള്ള ഗ്രഹങ്ങളും നമ്മെ ഉൾക്കൊള്ളുന്ന താരാപഥത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഏതാണ്ട് 27,000 പ്രകാശവർഷം അകലെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ധൂളി സമാനമായ ഭൂമിയിൽ നിന്നും മനുഷ്യൻ ആകാശമധ്യത്തിൽ എന്ന് നാം സങ്കല്പിക്കുന്ന രാശിയിലെ നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്നിൽ നിന്നും 100 കണക്കിന് പ്രകാശവർഷം അകലെയാണുള്ളത്. അതായത് നാം കാണുന്ന രാശികൾക്ക് ഒരർത്ഥവുമില്ല. അങ്ങനെ ഒരു സങ്കല്പം പോലും തെറ്റാണെന്ന് വരുന്നു. ഇങ്ങനെ ഇല്ലാത്ത രാശികളിലൂടെ ഗ്രഹങ്ങൾ ചലിക്കുന്നു എന്നാണല്ലോ. ആ രാശികളിലൂടെ ഗ്രഹങ്ങൾ ചലിക്കുന്നു പോലുമില്ല. അങ്ങനെ ചലിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് ജ്യോതിഷിയുടെ പ്രവചന ഫലത്തിൻ്റെ കാതൽ. പ്രവചനങ്ങൾ ഫലിക്കാത്തതിൽ അത്ഭുതത്തിന് അവകാശമില്ലല്ലോ. അവ മിഥ്യാസങ്കല്പങ്ങളിൽ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ജൽപ്പനങ്ങളാണെന്ന് കാണാം. ഇത് നമുക്ക് വഴിയെ പരിശോധിക്കാം. ജ്യോത്സ്യം ഉണ്ടായ കാലത്തൊരു കുഞ്ഞിൻ്റെ ജനനം എന്നത് മാന്ത്രിക പ്രാധാന്യമുള്ള ഒരു നിമിഷത്തെ അത്ഭുതമായിരുന്നു. ഇന്ന് ഗർഭധാരണത്തിനും കുഞ്ഞിൻ്റെ പിറവിക്കും പിന്നിൽ 8-10 മാസങ്ങളുള്ള ഒരു സുദീർഘ പ്രക്രിയയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അഭ്യസ്തവിദ്യരായ കേരളീയർ പോലും ജനന സമയത്തിൻ്റെ ജ്യോതിഷ പ്രാധാന്യം എന്ന വാദം ഉപ്പുകൂട്ടാതെ വിഴുങ്ങുന്നു. അതുകൊണ്ടാണല്ലോ ജനന സമയം നന്നാക്കാൻ പ്രകൃത്യാലുള്ള പ്രസവം എന്ന ആ പ്രതിഭാസത്തിന് പകരം സിസേറിയനെ ആശ്രയിക്കുന്നത്. ഇന്ത്യയിലെ സ്ഥിതി നോക്കാം നമുക്ക്. ഇന്ത്യയിൽ സെമിറ്റിക് മതങ്ങളെപ്പോലെ ശ്രേണീബദ്ധമായ ഒരു നിയന്ത്രണ സംവിധാനം ഹിന്ദു ജീവിത സമ്പ്രദായം നയിച്ചിരുന്നവരുടെ ഇടയിൽ ഇല്ലാതിരുന്നു. ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിന് അവരുടെ നിയമം അനുസരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അതിലും ക്രൂരമായ മറ്റൊരു വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥ, അല്ലെങ്കിൽ ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അത് ഈ പറയുന്ന സെമിറ്റിക് മതങ്ങളുടെ നിയമഘടനയേക്കാൾ അത്യന്തം നിർദാക്ഷിണ്യവും ദയാരഹിതവുമായിരുന്നു എന്നോർക്കണം. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൂടാതെ പുനർജന്മത്തിലും മുജ്ജന്മ കർമ്മഫലത്തിലും വിശ്വസിച്ചിരുന്ന ഒരു സാമാന്യ ജനത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാണെന്ന് പൗരോഹിത്യം വിശ്വസിപ്പിച്ചതുകൊണ്ട് ഫലത്തിൽ ചൂഷണ വ്യവസ്ഥ നിലനിർത്താൻ സെമിറ്റിക് മതങ്ങളുടെ നിയമങ്ങളെക്കാളും ഇന്ത്യയിൽ ജ്യോതിഷം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. മാത്രമല്ല, ജ്യോതിഷം അധികാരം നിലനിർത്താനുള്ള ഒരു ഉപാധിയായി കൂടി ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നു.
ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ജ്യോതിഷി ആ സമയത്ത് ആകാശത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിൽ ഉണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നു. ഇത് അടയാളപ്പെടുത്തുന്ന ആ രേഖക്കാണ് ജാതകം എന്ന് പറയുന്നത്. ജ്യോതിഷം തുടങ്ങിയ കാലത്ത് ഗ്രഹങ്ങളുടെ രാശിയിലെ സ്ഥാനം, അതായത് ഗ്രഹനില, ഉപയോഗിച്ചിരുന്നത് ഒരാളുടെ പ്രായം ഏത് സമയത്തും ഗണിക്കുവാനായിരുന്നു. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ ചില ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രായഗണനയ്ക്ക് ധാരാളം മറ്റു മാർഗങ്ങളുണ്ടല്ലോ. അതിന് ജാതകത്തിന്റെ ആവശ്യമുണ്ടോ? ഒരാളുടെ ജനനത്തെ അറിഞ്ഞാൽ ഒരു കലണ്ടർ ഉണ്ടായാൽ മതി, ഏത് സമയത്തും പ്രായം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആധുനിക ശാസ്ത്രം സമ്മാനിച്ച അറിവും ഉപകരണങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഈ പ്രായം കണ്ടുപിടിക്കാനും സമയം കണ്ടുപിടിക്കാനും ജ്യോതിഷത്തെ ആശ്രയിച്ചത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആകാശവസ്തുക്കളെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും തന്നെ ആധുനിക ശാസ്ത്രം പൗരാണിക മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത അത്ര അറിവിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നക്ഷത്രങ്ങളിൽ എന്ത് നടക്കുന്നു, എന്താണ് നക്ഷത്രങ്ങളുടെ ഉള്ളടക്കം, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ശാസ്ത്രത്തിന്റെ അപാരമായ സിദ്ധിയെപ്പറ്റി നമുക്കിപ്പോൾ അറിയാം. നമുക്ക് ബയോളജിയുടെ അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ കാര്യം എടുത്തു നോക്കാം. ജീവശാസ്ത്രത്തിന്റെ സഹായത്തോടെ മനുഷ്യ ശരീരത്തിലെ ജീനുകളുടെ ഘടനയും അവയുടെ ധർമ്മവും എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഭൂമിയിലെ ജനനത്തിന്റെയും മരണത്തിന്റെയും മരണാനന്തര ജീവിതത്തിന്റെയും ഉത്തരവാദിത്വം ദൈവത്തിന്റെ കൈകളിലാണെന്ന് ആണല്ലോ മതങ്ങളുടെ വിശ്വാസം. എന്നാൽ ശാസ്ത്രം ഇപ്പോൾ ഗവേഷണശാലകളിൽ കൃത്രിമ ജീവനെ സൃഷ്ടിച്ചാലോ എന്നാലോചിക്കുകയാണ്. അപ്പോഴാണ് പ്രപഞ്ചത്തിലെ ചില അറിയപ്പെടാത്ത ശക്തികൾ മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന ബാലിശമായ വാദം ജ്യോതിഷികൾ ഉയർത്തുന്നതെന്ന് ഓർക്കണം. പ്രപഞ്ചത്തിലെ ഈ അറിയപ്പെടാത്ത ശക്തി ഏതാണെന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ ഒരു പ്രധാന ശക്തിയാണല്ലോ ഗുരുത്വാകർഷണ ശക്തി. അത് ഒരാളിൽ ചെലുത്തുന്ന ശക്തി നിസ്സാരമായിരിക്കും. ഉദാഹരണത്തിന് ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിൽക്കുന്ന ഒരു ഡോക്ടറുടെ ശരീരം ആസ്പത്രിയിൽ ജനിക്കുന്ന കുട്ടിയിൽ ചെലുത്തുന്ന ഗുരുത്വബലം പോലും ചൊവ്വയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിനോ നക്ഷത്രത്തിനോ ഒരു കുഞ്ഞിൽ ചെലുത്താൻ കഴിയില്ല. ജ്യോതിഷി എന്താ പറയുന്നത്? അവകാശവാദം എന്താണ്? അവരുടെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കൊണ്ടുണ്ടാവുന്ന അറിയപ്പെടാത്ത ശക്തി കുഞ്ഞിൽ ചെലുത്തപ്പെടുത്തു എന്നാണ്. എന്നാൽ അറിയപ്പെടാത്ത അത്തരം ഒരു ശക്തിയുടെയും സാന്നിധ്യത്തെപ്പറ്റി ഇതുവരെ ശാസ്ത്രത്തിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഗുരുത്വബലത്തെപ്പറ്റിയും വൈദ്യുത കാന്ത ബലത്തെപ്പറ്റിയും കണങ്ങളുടെ ഉള്ളിലെ ന്യൂക്ലിയസിനെ ഒന്നിപ്പിക്കുന്ന സുശക്ത ബലത്തെപ്പറ്റിയും ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളെ ചുറ്റാൻ സഹായിക്കുന്ന അശക്ത ബലത്തെപ്പറ്റിയും ശാസ്ത്രം എന്നോ മനസ്സിലാക്കിയിരിക്കുന്നു. അറിയപ്പെട്ട ഈ 4 ബലങ്ങൾ പ്രപഞ്ചത്തെ ഇന്നത്തെ പോലെ നിലനിർത്താൻ സഹായിക്കുന്നു. ജ്യോത്സ്യന്മാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാദം ഒരാളുടെ ജനന സമയത്ത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ആകാശസ്ഥാനമാണ് പ്രധാനം എന്നാണ്. ഈ പ്രതിഭാസം, അതായത് ജ്യോതിഷത്തിലുള്ള കഠിനമായ വിശ്വാസം ഇന്ത്യയിൽ മാത്രമല്ല, സമ്പത്തിലും സാങ്കേതിക വിദ്യയിലും ശാസ്ത്രമേഖലയിലും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു
എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടരാണല്ലോ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഉള്ളത്. അവിടെ വലിയ വിഭാഗം ജനങ്ങൾ ജ്യോതിഷം എന്ന കപടശാസ്ത്രത്തിന്റെ ആരാധകരാണെന്ന് അന്തരിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ കാൾ സാഗൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയിലാകട്ടെ ബഹിരാകാശ രംഗത്തെ ചുവടുവെപ്പുകളാണല്ലോ പ്രശസ്തമായ ശാസ്ത്ര പ്രവർത്തനം. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഗണപതി പൂജയും നാളികേരം മുടക്കലും മുടങ്ങാതെ നടത്തുന്നു. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ശാസ്ത്രബോധം എന്തായിരിക്കും? ഇന്ത്യൻ ഭരണഘടന പോലും എഴുതി വച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമ ശാസ്ത്രബോധം വളർത്തുന്ന പ്രവർത്തനമായിരിക്കണം എന്നത്. ഒരാളുടെ ഭാവിയെ പറ്റിയുള്ള എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ നൽകാൻ ജ്യോതിഷത്തിന് കഴിയുന്നുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയെ വ്യക്തികളുടെ ഭാവികൾ പ്രവചിക്കാൻ ജ്യോതിഷത്തിന് കഴിവും എന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് വ്യാപകമായിട്ട് ജ്യോതിഷം ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ, അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. ജ്യോതിഷി എന്ന അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്ന ആൾ വാക്ചാതുര്യവും സാമർഥ്യവുമുള്ള സമർത്ഥരായ ആളുകളായിരിക്കും. അവർ ഈ പറയുന്ന രാശിചക്രവും ജാതകമെന്ന രേഖയും ഒക്കെ തൻ്റെ അടുത്തെത്തുന്ന ഇരകളുടെ മേൽ പ്രയോഗിക്കുവാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയുണ്ട്. ഇരകളെ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നു. ഒരാളുടെ പ്രശ്നങ്ങളെ സഹതാപത്തോടെ കേട്ട് പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഒരു കൗൺസിലറെ പോലെ പെരുമാറുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഒരു ജ്യോത്സ്യൻ ചെയ്യുന്നത്. പക്ഷേ ജ്യോത്സ്യൻ നിർദ്ദേശിക്കുന്ന പ്രതിവിധികൾ അധികവും ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കേണ്ടി വരുന്ന ചെലവേറിയ പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും എന്ന കാര്യം ഈ വിഷമസന്ധിയിൽപ്പെട്ടു പോകുന്ന ഇര അറിയുകയേയില്ല. ഇവിടെയാണ് ജ്യോത്സ്യന്റെ വിജയം. ജ്യോത്സ്യത്തിന്റെ ആദ്യകാലത്ത് ശാസ്ത്രീയമായ അടിത്തറ എന്ന് പറയുന്നത് പ്രായം ഗണിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഗ്രഹനില കണ്ടുപിടിക്കലും ഒക്കെയാണല്ലോ. പണ്ടത്തെ ജ്യോത്സ്യന്മാർ അത് നേരിട്ട് ആകാശം നിരീക്ഷിച്ച് അളവുകൾ എടുക്കുമായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ ടൈക്കോ ബ്രാഹയും കെപ്ലറും ഒക്കെ നല്ല നിരീക്ഷകരായിരുന്നു. അവർ അക്കാലത്ത് നിരീക്ഷണം നടത്തിയത് തന്നെ ജ്യോത്സ്യത്തിന്റെ കൃത്യതയ്ക്ക് വേണ്ടിയായിരുന്നു. അതായത് പ്രവചന ഭാഗത്തിന്റെ കൃത്യതയ്ക്ക് വേണ്ടി. കേരളത്തിൽ പോലും 15-ാം നൂറ്റാണ്ടിലെ വടശ്ശേരി പരമേശ്വരനും നീലകണ്ഠ സോമയാജിയും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ പോലും പൂർണ്ണമായി ഒരു ജ്യോത്സ്യന്റെ പ്രവൃത്തിയായിരുന്നില്ല അവരൊക്കെ ഇടപെട്ടത്. അവർ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി. നീലകണ്ഠ സോമയാജി എന്ന ജ്യോത്സ്യൻ പൊന്നാനിപ്പുഴയുടെ തീരത്ത് 50 വർഷങ്ങളോളം തുടർച്ചയായി സൂര്യഗ്രഹണ നിരീക്ഷണം നടത്തിയ ജ്യോത്സ്യനായിരുന്നു. അപ്പോൾ അക്കാലത്ത് കൃത്യമായ നിരീക്ഷണം നടത്തുമായിരുന്നു. അല്ലാതെ മറ്റ് ശാസ്ത്രീയ അടിത്തറയൊന്നും ജ്യോത്സ്യത്തിനില്ല.
ഹസ്തരേഖാശാസ്ത്രം, ഗൗളിശാസ്ത്രം, പക്ഷിശാസ്ത്രം, മുഖലക്ഷണശാസ്ത്രം, നാഡീജ്യോത്സ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിശ്വാസം മാത്രം. എന്നാൽ ഇപ്പോഴത്തെ ജ്യോത്സ്യന്മാർക്ക് ഈ ഗ്രഹനില കണക്കാക്കാൻ നേരിട്ട് നിരീക്ഷിച്ച് അളവുകൾ എടുക്കേണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യവുമില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമുണ്ട് കൽക്കത്തയിൽ. അതിൻ്റെ പേര് പൊസിഷണൽ ആസ്ട്രോണമി സെന്റർ എന്നാണ്. അവരുടെ കയ്യിൽ ഒന്നാം തരം അത്യാധുനികമായ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഗ്രഹങ്ങളുടെ ചലനവും അവയുടെ സ്ഥാനവും ഒക്കെ നിരീക്ഷിക്കുന്നത്. എന്നിട്ട് ആ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പഞ്ചാംഗം ഉണ്ടാക്കുന്നത്. ആ പഞ്ചാംഗമാണ് ആധുനിക ജ്യോത്സ്യന്മാർ വ്യാപകമായി ഉപയോഗിക്കുന്നത്, ഓർക്കണം. ഇനി നമുക്ക് ജ്യോതിഷത്തിന്റെ എത്രമാത്രം പ്രവചന സാധ്യത ഉണ്ടെന്ന് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാറ്റിസ്റ്റിക് എന്ന ശാസ്ത്രശാഖ, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഫ്രാൻസിൽ മൈക്കൽ ഗാക്കുലിൻ എന്ന ഒരു വിദഗ്ധൻ 150 പേർക്ക് അവരുടെ ആഴ്ചയിലെ ജാതക ഫലം കുറിച്ചു നൽകി. ഈ 150 പേരും പരസ്പരം അറിയാത്തവരായിരുന്നു. ഫലം എത്രത്തോളം അവരെ ബാധിക്കുന്നു എന്ന് തിരക്കിയപ്പോൾ 141 പേരും അത് തങ്ങളുടെ ജാതക ഫലമാണെന്ന് അവകാശപ്പെട്ടു. യഥാർത്ഥത്തിൽ അയാൾ കുറിച്ചു നൽകിയത് 100ഓളം മനുഷ്യരെ കൊലക്കത്തിക്കിരയാക്കിയ ഒരു കുറ്റവാളിയുടെ ജാതകമായിരുന്നു. മറ്റൊരു രസകരമായ പരിശോധന കൂടെ നോക്കിയാലോ. ജിയോഫ്രീസിൽ എന്ന ആസ്ട്രേലിയൻ ഗവേഷകൻ 22 ജാതക ഫലങ്ങളിൽ മാറ്റം വരുത്തി. പരസ്പരം അറിയാത്ത 22 പേർക്ക് നൽകിയപ്പോൾ അതിൽ ഭൂരിപക്ഷം പേരും അത് തങ്ങളുടെ ജാതക ഫലമാണ് സ്ഥിരീകരിച്ചു. കേരളത്തിലും ധാരാളം ആനുകാലികങ്ങൾ ജാതക ഫലങ്ങൾ നിങ്ങളുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാറുണ്ടല്ലോ. താല്പര്യമുള്ള സാമൂഹ്യശാസ്ത്ര ഗവേഷണ വിദ്യാർത്ഥികൾ ഈ പരീക്ഷണം ഒന്ന് നടത്തി നോക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ സ്വാമി വിവേകാനന്ദനോട് ജ്യോതിഷത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കുക. ജ്യോതിഷിയുടെ അടുത്ത് തൻ്റെ ഭാഗധേയം അറിയാൻ പോകുന്നയാൾ പൊതുവെ ദുർബലനായിരിക്കും. അയാളൊരു നല്ല ഡോക്ടറെ കാണിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല ഭക്ഷണവും വിശ്രമവും നേടാനാണ് ശ്രമിക്കേണ്ടത്. ഇന്ത്യയിൽ ജ്യോതിഷികൾ വ്യക്തികളുടെ ഭാവി പ്രവചിക്കുന്നതിന് പുറമെ രാഷ്ട്രത്തിൻ്റെയും ഭാവി പ്രവചിക്കാറുണ്ട്. 1971-ലും 80-ലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസിദ്ധ ജ്യോതിഷിയും ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ആസ്ട്രോളജി മാസികയുടെ പത്രാധിപർ നടത്തിയ പ്രവചനങ്ങൾ തെറ്റായിരുന്നു. തൻ്റെ മാസികയുടെ മുഖപ്രസംഗത്തിൽ 71-ലെ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി തോൽക്കുമെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടില്ല എന്നും ഒരു കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കേണ്ടി വരുമെന്നുമായിരുന്നു പ്രവചനം. ഫലം മറിച്ചായിരുന്നു എന്നത് ചരിത്രം. അതേപോലെ 1980-ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനതാ പാർട്ടി സർക്കാർ വീഴുന്നതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നും കാരണം വ്യാഴം അവരെ സംരക്ഷിക്കുമെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം. പക്ഷേ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് തടയാൻ ഒരു വ്യാഴത്തിനും കഴിഞ്ഞില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ജ്യോതിഷിയുടെ പ്രവചന ഗതി ഇതായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ?